ലോകത്തിലെ നിർണായക പ്രതിരോധ ശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ബലം പകർന്നത് റഷ്യയാണെന്ന ആരോപണവുമായി യുക്രൈൻ രംഗത്ത്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് റഷ്യയാണെന്ന ഗുരുതര ആരോപണവുമായി യുക്രൈൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്ത്. മധ്യേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും US കേന്ദ്രങ്ങളുടെ ഉയർന്ന റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. റഷ്യ കൈമാറിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ കൃത്യമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന കണ്ടെത്തലുകളാണ് യുക്രൈന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. മാർച്ച് 21 മുതൽ 31 വരെ 11 രാജ്യങ്ങളിലായി 46 കേന്ദ്രങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ നിരീക്ഷിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. US സൈനിക താവളങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് പിന്തുണയേകുന്ന രാഷ്ട്രങ്ങളിലെ വിമാനത്താവളങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവയെല്ലാം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിലുള്ള നിരീക്ഷണം നടന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരീക്ഷണ വിധേയമാക്കിയ പല സുപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടെ റഷ്യ നൽകുന്ന വിവരങ്ങൾ നേരിട്ട് യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇറാൻ ഉപയോഗിച്ചുവെന്ന സംശയം ശക്തമാവുകയാണ്. സൗദി അറേബ്യയിലെ കിങ് ഖാലിദ് മിലിറ്ററി സിറ്റിക്ക് മുകളിൽ മാത്രം 5 തവണ റഷ്യ നിരീക്ഷണം നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. താഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സ്ഥാനം കണ്ടെത്താനായിരുന്നു ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് 27-ന് പ്രിൻസ് സുൽത്താൻ എയർബേസിൽ നടന്ന ഇറാൻ ആക്രമണത്തിനു മുൻപും റഷ്യൻ ഉപഗ്രഹങ്ങൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുഎസിന്റെ E-3 സെൻട്രി നിരീക്ഷണ വിമാനത്തെ ലക്ഷ്യമിട്ടായിരുന്നു പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇറാൻ ആക്രമിച്ചത്. ആക്രമണത്തിനു പിന്നാലെ അതിന്റെ ആഘാതം വിലയിരുത്താൻ വീണ്ടും നിരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടൊപ്പം തുർക്കി, ജോർദാൻ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിൽ 2 തവണ വീതവും, ഇസ്രയേൽ, ഖത്തർ, ഇറാഖ്, ബഹ്റൈൻ, ഡിയഗോ ഗാർഷ്യ എന്നിവിടങ്ങളിൽ 1 തവണ വീതവും റഷ്യ നിരീക്ഷണം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള എണ്ണയുടെയും LNG ഗതാഗതത്തിന്റെയും നിർണായക മേഖലയായ ഹോർമൂസ് കടലിടുക്കും അനുബന്ധ പ്രദേശങ്ങളും റഷ്യയുടെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിലൂടെ സമുദ്ര ഗതാഗതവും ഊർജ്ജ വിതരണ ശൃംഖലയും അടുത്ത് നിരീക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. സൈനിക മേഖലയ്ക്ക് പുറമെ സൈബർ രംഗത്തും റഷ്യ ഇറാൻ കൂട്ടുകെട്ട് ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ. പെൻഡസ്റ്റ് അലയൻസ്, നോ നെയിം, 053, സിസ്റ്റീൻ, ഡിഡൂഷ്യ പ്രൊജക്ട് എന്നീ റഷ്യൻ ഹാക്കർ ഗ്രൂപ്പുകൾ ഇറാന്റെ ഹാൻഡല ഹാക്ക് സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെയും ഇസ്രയേലിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ചില സാങ്കേതിക വിദ്യകൾ റഷ്യൻ സൈനിക ഇന്റലിജൻസിൽ നിന്ന് ഇറാനിയൻ ഗ്രൂപ്പുകൾ കൈവശപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച തന്ത്രപ്രധാന കരാറിലൂടെ ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെട്ടതായും റിപ്പോർട്ടിൽ അടിവരയിട്ടു പറയുന്നു. വിവരവിനിമയം, സൈബർ സുരക്ഷ, സൈനിക തന്ത്രങ്ങൾ എന്നിവയിൽ അടുത്ത സഹകരണം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഇരു രാജ്യങ്ങളും ഈ കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുനോക്കുമ്പോൾ റഷ്യ ഇറാൻ സഖ്യം പശ്ചിമേഷ്യയിലും ആഗോള സുരക്ഷാ രാഷ്ട്രീയത്തിലും പുതിയ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നുവെന്നത് വ്യക്തമാണ്. ഉപഗ്രഹ നിരീക്ഷണം മുതൽ സൈബർ ആക്രമണം വരെ വ്യാപിക്കുന്ന ഈ സഹകരണം ഭാവി യുദ്ധങ്ങളുടെ സ്വഭാവം എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയായി മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.